അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ സ്പൈഡർമാനും അവഞ്ചേഴ്സും തമ്മിൽ എങ്ങനെയാകാം കണക്ഷൻ ഉണ്ടാവുകയെന്ന് ഓൾറെഡി തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മൾ കണ്ടു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡാമേജ് കൺട്രോൾ തേടിക്കൊണ്ടിരിക്കുന്ന ടെലിപാത്തിനെ, അതായത് ജീൻ ഗ്രേയെ കണ്ടുപിടിക്കാനും DODCയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനുമായിട്ട് സ്പൈഡർമാൻ ന്യൂ അവഞ്ചേഴ്സ് എന്ന ടീമിലെ മെമ്പറായ എലേന ബെലോവയുടെ പക്കലേക്കാണ് പോകുന്നത്. എലേന ബെലോവയെ സ്പൈഡർമാന് നന്നായിട്ട് അറിയാം. എലേന ബെലോവയ്ക്കും സ്പൈഡർമാനെ നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, സ്പൈഡർമാനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം എലേന ബെലോവയ്ക്കുണ്ട്. ഡോക്ടർ ഡൂമിനെ പോലെ ഒരു മൾട്ടിവേഴ്സൽ ത്രെറ്റ് വരുമ്പോൾ പറ്റാവുന്നത്ര എല്ലാ സൂപ്പർ ഹീറോസിനെയും ഒപ്പം കൂട്ടാനാകും ന്യൂ അവഞ്ചേഴ്സ് ശ്രമിക്കുക. ആ കാരണം കൊണ്ട് തന്നെയും സ്പൈഡർമാനെ ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് തന്നെയും എലേന ബെലോവ ഡോക്ടർ ഡൂമിനെതിരെയുള്ള തന്റെ ടീമിലേക്ക് സ്പൈഡർമാനെ റിക്രൂട്ട് ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സോ അങ്ങനെയാകാം സ്പൈഡർമാൻ ന്യൂ അവഞ്ചേഴ്സിനോടൊപ്പമോ ദ ഫാന്റാസ്റ്റിക് ഫോറിനോടൊപ്പമോ മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോകുന്നത്. ന്യൂ അവഞ്ചേഴ്സിനോടൊപ്പം മറ്റൊരു യൂണിവേഴ്സിൽ സ്പൈഡർമാൻ പോകുന്നുണ്ടെങ്കിൽ അത് എക്സ്മെൻ യൂണിവേഴ്സിലേക്കാണ്. കാരണം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലറിൽ എലേന ബെലോവ എക്സ്മെൻ യൂണിവേഴ്സിലെ എക്സ്മാൻഷനിലേക്ക് എൻ്റർ ചെയ്യുന്നതും എക്സ്മെൻ എന്ന ടീമിലെ മെമ്പറായ മിസ്റ്റീക്കുമായിട്ട് എലേന ബെലോവ പോരാടുന്നതും നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ആ സീനിൽ എലേന ബെലോവയോടൊപ്പമുള്ള മറ്റ് ഹീറോസിനോടൊപ്പം സ്പൈഡർമാനും കാണുമായിരിക്കാം. മാർവൽ സ്റ്റുഡിയോസിന്റെ കാര്യമല്ലേ ട്രെയിലറിൽ ആ സീനിൽ നിന്ന് സ്പൈഡർമാനെ എഡിറ്റ് ചെയ്ത് മാറ്റിയതാണെങ്കിലോ?